ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാമനാഥൻ ഇങ്ങനെ ചോദ്യം ചെയ്യാണ് കേട്ടോ. മര്യാദക്ക് പറയടി, ഈ 1,00,000 രൂപ നിനക്ക് എവിടെ നിന്നും കിട്ടിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന വാസന്തി പറയണേ, ഇതിനുത്തരം നൽകിയ അച്ഛൻ എന്നോട് ക്ഷമ പറയുമോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ശബരി ചോദിക്കുകയാണ്, ചേച്ചി എവിടെ നിന്നാണ് ഈ പണം കിട്ടിയതൊന്ന് പറയുമോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയാണ്, ഞാൻ പറയാം. എൻ്റെ സ്വർണ്ണമുണ്ടല്ലോ, അത് ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി പണയം വെച്ച് ഞാൻ അത് വാങ്ങിച്ചതാണ്. ഇതാ അതിൻ്റെ കടലാസ് എന്ന് പറയണേ. ഇത് കേൾക്കുന്ന രാമനാഥൻ നിന്ന് ഞെട്ടിപ്പോവാണ്. അങ്ങനെ രാമനാഥനെ ഇത് കണ്ട ഉടൻ തന്നെ ശബരിയുടെ കൈകളിൽ കൊടുക്കുന്നു. ശബരി ഇത് നോക്കുകയാണ്. അങ്ങനെ ശബരി പറയണത് സത്യമാണെന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം രാമനാഥൻ പറയണേ, എടി നീ ഈ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കേൾക്കുന്ന വാസന്തി പറയാണ്, എൻ്റെ ഭർത്താവ് ശബരിയുടെ കമ്പനിയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരു പട്ടിയെ പോലെ ആട്ടി ഇറക്കിയപ്പോൾ എൻ്റെ ഭർത്താവ് സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പണ്ടത്തെ പോലെ സൈക്കിളിലൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സ്കൂട്ടിയിലാകുമ്പോൾ എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എൻ്റെ സ്വർണ്ണം ഞാൻ പണയം വെച്ചു. അത് ഞാൻ ബിസിനസ്സിനോട്ട് ഇറക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്ന സമയത്ത് വാസന്തി പറയണേ, എൻ്റെ അച്ഛൻ എന്നോട് ഇനി ക്ഷമ പറയാൻ തയ്യാറല്ലേ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ നിന്നോട് ക്ഷമ പറയണോ വേണ്ടേ എന്നുള്ളത് ശബരിയുടെ 1,00,000 രൂപ പോയത് എവിടെയിട്ടാണ് എന്നറിയട്ടെ, അതിനുശേഷം ആവാമെന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ രാമനാഥൻ ചോദിക്കണം, മോളെ അനിതേ, നിനക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം, ആ സത്യം ഇനിയെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞൂടെ? അത് കേൾക്കുന്ന അനിത പറയണേ, ഞാൻ എൻ്റെ വായ കൊണ്ട് പറയില്ല, ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് അനിത കിച്ചണിൽ പോയി കരയുന്നുണ്ട്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വാസന്തിയും ധനനും കൂടി റൂം അടച്ചിട്ടിട്ട് അവർ എന്തായാലും നീ കൊള്ളാം വാസന്തി, എവിടുന്ന് നീ ഈ ഒരു 1,00,000 രൂപ പണയം വെച്ച കടലാസ്യത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ കക്കുമ്പോൾ നിൽക്കാനും പഠിക്കണം, അല്ലാതെ നിൽക്കാൻ പഠിക്കാതെ കക്കാൻ നിന്നാൽ പിടിക്കപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ എന്തായാലും നീ ആൾ കൊള്ളാട്ടോ, നീ എന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് ധനൻ പറയാൻ കേട്ടോ. അങ്ങനെ അന്ന് അവർ ആ ഒരു സീന് കഴിഞ്ഞുപോയ ആ സീൻ കേട്ടോ, അതായത് ശബരി ഇങ്ങനെ വിളിച്ചിട്ട് രാമനാഥനോട് പണം തിരികെ കൊടുക്കണം, രാമനാഥൻ്റെ കൈകളിൽ നിന്ന് പറഞ്ഞ ആ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, ആ ഒരു സീനാണ് പഴയ എപ്പിസോഡ് കാണിക്കുകയാണ്. അപ്പോൾ ഈ സമയം വാസന്തിക്ക് അത് വലിയ സങ്കടമാവുകയാണ്. അങ്ങനെ വാസന്തിയോട് പറയണേ, ശബരി ഇപ്പോൾ ആ പണം അവളുടെ കൈകളിൽ തിരികെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, അച്ഛൻ്റെയും അനിതയുടെയും. അങ്ങനെയാണെങ്കിൽ ശരിയാവില്ല. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു പണി ചെയ്തിരിക്കുന്നത് നിങ്ങളെ കൊച്ചാക്കുന്നത് പോലെയാണ് ശബരി ഇത് ചെയ്തത്. എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് അവനൊരു നല്ല മുട്ടം പണി കൊടുക്കണമെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് 1,00,000 രൂപ എടുക്കാൻ ധനനോട് വാസന്തി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇതെടുത്ത ആ രംഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നതിന് ശേഷം ധനം പറയണേ, എൻ്റെ വാസന്തി നമുക്ക് ആ 5,00,000 രൂപ എടുക്കായിരുന്നു. എന്നിട്ട് ആ ഒരു കുറ്റം ഒന്നെങ്കിൽ ദയുടെ പേരിൽ അല്ലെങ്കിൽ ആ അനിതയുടെ ആങ്ങളുടെ പേരിലിടാം എന്നൊക്കെ ഞാൻ കരുതിയത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നേനെ. ഇത് ഞാനായിരിക്കും ആദ്യം ചെയ്യുന്നത്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? എൻ്റെ ആങ്ങളുടെ പണം ഇപ്പോൾ ഞാൻ എടുത്തത് എന്തിനു വേണ്ടിയാണെന്നോ? അവൻ എൻ്റെ കൈകളിലിരിക്കുന്ന പണം അത് അച്ഛൻ്റെ കൈകളിൽ കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് എന്നെ നിങ്ങളെ ഒരു കൊച്ചാക്കുന്നത് പോലെയുള്ള പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് എന്ന് വാസന്തി പറയുന്നു കേട്ടോ. അങ്ങനെ ഇതിങ്ങ് കഴിഞ്ഞു പോവാണ്. പിന്നീടാണെങ്കിലോ സുശീല മരിച്ച വീട്ടിൽ ചെന്നിരിക്കുകയാണ്. അങ്ങനെ മരിച്ചവരുടെ ഓരോരുത്തരെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ സുശീല അങ്ങനെ പോവാൻ ഒരുങ്ങാണ്. അങ്ങനെ ഇന്ദ്രൻ പറയാണ്, അമ്മ നമുക്കിനി പോവാം, ഇനി ഇവിടെ നിൽക്കണ്ട. അത് കേൾക്കുന്ന സുശീല പറയണേ, എടാ സച്ചിയെയും ഗോകുലിനെയും നമുക്ക് കാണണ്ടേ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അമ്മേ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അല്ല, അവർ ഓരോരോ തിരക്കിൽപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് പിന്നീടാവാം, നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഗോകുൽ ഓടി വരാനിട്ടോ. അതെ, ഞാൻ ഈ തിരക്കിൽപ്പെട്ടത് കൊണ്ട് തന്നെ നിങ്ങളെ വേണ്ട വിധത്തിൽ സ്വീകരിക്കാൻ പറ്റിയില്ല കേട്ടോ ആൻറ്റി ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതൊരു മരിച്ച വീടല്ലേ, അതൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നു, ഇനി നിൽക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ദുവും ഈ പറയുന്ന സാവിത്രിയും കൂടി കയറി വരണം കേട്ടോ. അങ്ങനെ അവർ പറയണേ, എന്തായാലും നിങ്ങൾ പോവാൻ ഒരുങ്ങല്ലേ, ഇനി സച്ചേട്ടൻ എവിടെ എന്നൊക്കെ ഇങ്ങനെ സച്ചേട്ടനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോകുൽ പറയണേ, അച്ഛനെ അമ്മാവൻ്റെ റൂമിലുണ്ട് എന്ന് പറയണേ. ഇതേ സമയം അമ്മാവനെ ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തില്ല അമ്മേ. ഇല്ല, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തില്ല, എന്ന വായോ നമുക്ക് അവരെ കാണാമെന്ന് പറഞ്ഞിട്ട് ഗോകുൽ എന്ത് ചെയ്യുന്നു, തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ടോ അമ്മാവൻ്റെ അടുത്തോട്ടോ സുശീലയെയും ഇന്ദ്രനെയും കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ഇന്ദ്രനും സുശീലയും ചെല്ലുമ്പോൾ അമ്മാവനിങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സച്ചി. അങ്ങനെ അവർ ആ ഒരു അനിയൻ മരിച്ച ആ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഇവർക്ക് മുന്നിൽ വിളമ്പാണ് കേട്ടോ. അതായത് ഇന്ദുവിൻ്റെ കല്യാണം നന്നായി കൂടണമെന്ന് അവൻ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അവനെ എൻ്റെ അനന്തരവനാണെങ്കിലും കൂടി എനിക്കൊരു അനിയനെ പോലെയാണ് അവനും ഞാനും അങ്ങനെയാണ് ജീവിച്ചത്. എന്തായാലും അവൻ പോയി, ദൈവം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്, പെട്ടെന്ന് ആളുകളെ കൊണ്ടുപോയി എപ്പോഴാണ് നമുക്കൊക്കെ വിളി വരുന്നത് എന്നൊക്കെ പറയാൻ പറ്റില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീല പറയാം, എന്ത് ചെയ്യാൻ, എല്ലാം വിധിയല്ലേ എന്ന് പറയണം കേട്ടോ.
അപ്പോൾ ഞങ്ങളൊക്കെ പഴമക്കാരാണ്, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ 41 ദിവസം ഈ വീട്ടിൽ നിന്നും ആരും ഇറങ്ങില്ല, എല്ലാവരും ഇവിടെ ഉണ്ടാവും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കൊല്ലമായിരുന്നു, ഇന്നത്തെ കാലം അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ 41 ദിവസം ഒരു ചടങ്ങുകളും നടക്കില്ല. ഇന്ദുവിൻ്റെ കല്യാണത്തിന് കൂടുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് അവന് സാധിച്ചില്ല. എന്തായാലും ഇന്ദുവിൻ്റെ കല്യാണം ഇപ്പോഴൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറയുന്നിട്ടാ. അത് കേൾക്കുന്ന സുശീലൊന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം സച്ചിയും ഇന്ദുവൊക്കെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ പിന്നീട് സുശീല അവിടെ നിന്ന് പോവാണ്. പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ്റെ അമ്മ വിനയനെ ചായ കൊടുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വിനയന് യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും ഇല്ല. അപ്പോൾ ഉടനെ ലംബോദരൻ പറയുന്നത്, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, പോലീസ് നിന്ന് ആ പേപ്പറൊക്കെ അങ്ങ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. നീ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളല്ലേ പോലീസുകാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെയിട്ട് ഇങ്ങനെ ചായയുമായി ലതി വരികയാണ് കേട്ടോ. മകനെ നീ ഇത് കുടിക്കും മോനെ, നീ ടെൻഷൻ എടുക്കണം, എനിക്ക് യാതൊരു പ്രശ്നവും വരില്ല. എന്താ അമ്മ പറയുന്നത്? ആടാ, നീ SI ചെന്ന് കണ്ടു കഴിഞ്ഞാൽ SI കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ SI നിനക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് തന്നെ തരുമെന്ന് പറഞ്ഞോട് തന്നെ അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നല്ല, അതങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന ലതിക്ക് പറയണേ, എൻ്റെ മോന് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, തെറ്റുകളിൽ നിന്ന് ബാക്കിലോട്ട് വരുമ്പോൾ ഈശ്വരൻ നിന്നെ രക്ഷിക്കൂടെ, നിന്നെ കൈവിടില്ല. അതെല്ലാം അമ്മ എൻ്റെ സങ്കടം. ഈ ഒരു ജോലി എന്ന് പറയുന്നത് നല്ലൊരു ജോലിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ജോലി ഒരു ബ്രാഞ്ചിൽ തന്നെ എൻ്റെ കീഴിൽ 20 ആളുകളാണ്. അങ്ങനെ 4 ബ്രാഞ്ച് ഞാൻ നോക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്നു. അങ്ങനെ ഒരു ജോലി കിട്ടാൻ ഈ പോലീസ് പേപ്പറൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന രംഭതൻ പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നീ പറയുന്നത്. അത് കിട്ടില്ല, അതൊരു SIയുടെ കൈകളിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ്. കാരണം അത് അത്രത്തോളം നീ നല്ലപോലെ ആയിരിക്കണം എന്ന് പറയണേ. അപ്പോൾ വിനയം പറയും, ശരിയാണ് അമ്മ പറയുന്നത്, ഇപ്പോഴും എൻ്റെ കേസ് എൻ്റെ പേരിൽ നടക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത്. സുശീല വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭാനുമ്മ പറയണേ, അപ്പോൾ നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ചടങ്ങുകളെല്ലാം ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്കൊന്നും അറിയില്ല, അവരുടെ അമ്മാവൻ അങ്ങനെയാണ് പറഞ്ഞത്. 41 ദിവസം വരെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, ചടങ്ങുകൾ നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഇനി ഒരു ആർഭാടം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയട്ടെ. ഭാനുമതിയമ്മ പറയണേ, അങ്ങനെയൊന്നും ഭാനുമ്മ കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം വിവാഹം അവരുടെ മകളുടെയും കൂടി ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് സച്ചി നടത്തുന്നുണ്ടാവുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് സത്യം കയറി വരുന്നത്. അങ്ങനെ സത്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായി, പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ എടാ, പോയ കാര്യം എന്താവാൻ, ഇനിയിപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ചടങ്ങായി മാറുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പറഞ്ഞ ഉടൻ തന്നെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ അമ്മ ചെറിയ ചടങ്ങുകളാവുന്നത്, അതുകൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ നടത്തിയാൽ മതി. എടാ, നീ ഒരു 2ാം കെട്ടുകാരനായതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആദ്യ ഭാര്യയെ ഒളിച്ചോടിയത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം സുശീലാണെങ്കിലും പിന്നെ ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞിട്ട് സുശീല അങ്ങ് പോകുന്നു കേട്ടോ. ഇതേ സമയം ഇന്ദ്രനോട് ഇങ്ങനെ സത്യം പറയണേ, ഈ അമ്മയുടെ ഒരു കാര്യം ആലോചിച്ചൊക്കെ, സ്വന്തം കാര്യം എന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരുടെ വിഷമവും ബുദ്ധിമുട്ടും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ കാര്യം മാത്രം ആലോചിക്കുന്നു. എത്രമാത്രം സച്ചി സാറ് ഇപ്പോൾ വേദന അനുഭവിക്കുമ്പോഴാണ് അമ്മ ഇങ്ങനെയുള്ള ഒരു വാശി പിടിക്കുന്നത്, ആർഭാട കല്യാണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. എടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ നിൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്, അത് നീ മനസ്സിലാക്കണം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.